ഒട്ടേറെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ കരിയറിലെ മികച്ച പ്രകടനമായിരുന്നു പേരൻപിൽ കണ്ടത്. അഭിനയത്തിൽ മികവുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പോരായ്മയാണ് നൃത്തം. പക്ഷേ തന്റെ നൃത്തത്തിലൂടെ ആരാധകരുടെയും അണിയറ പ്രവർത്തകരുടെയും കണ്ണ് നിറച്ചിരിക്കുകയാണ് മമ്മൂട്ടി. റാം സംവിധാനം ചെയ്ത ചിത്രത്തിൽ സ്പാസ്റ്റിക് പാരാലിസിസ് എന്ന അവസ്ഥയുള്ള പാപ്പയുടെ അച്ഛനായ അമുതവനായിട്ടായിരുന്നു മമ്മൂട്ടി വേഷമിട്ടത്. ചിത്രത്തിൽ തന്നോട് പിണങ്ങിയിരിക്കുന്ന മകളെ ചിരിപ്പിക്കാനായിട്ടാണ് മമ്മൂട്ടി നൃത്തം ചെയ്യുന്നത്. 6 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരൊറ്റ ഷോട്ടിൽ പാട്ടുപാടുന്ന നൃത്തം ചെയ്യുന്ന അച്ഛനായി മമ്മൂട്ടി തിളങ്ങി. പ്രേക്ഷകരിൽ പലരുടെയും കണ്ണ് നനയിച്ച ആ രംഗത്തെക്കുറിച്ച് നൃത്ത സംവിധായകനായ നന്ദ മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുകയാണ്. ഒരു അഭിമുഖത്തിലായിരുന്നു നന്ദ മമ്മൂട്ടിയുടെ നൃത്ത രംഗത്തെക്കുറിച്ച് പറഞ്ഞത്. ആ രംഗത്തിനായിട്ട് മാത്രം താൻ കുറെ ദിവസം സെറ്റിലുണ്ടായിരുന്നുവെന്ന് നന്ദ പറയുന്നു. എന്നാൽ അതിനായി റിഹേഴ്സലും മറ്റും ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും അതിനെക്കുറിച്ച് മമ്മൂട്ടിയോട് സംസാരിക്കുകയായിരുന്നു. എന്നാൽ എപ്പോൾ ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നില്ല. പക്ഷേ പെട്ടെന്നൊരു നാൾ താരമെത്തി ആ രംഗം ചെയ്യാമെന്ന് അറിയിക്കുകയായിരുന്നു. 6 മിനിറ്റുള്ള ഒരു ഷോട്ടായിരുന്നു അത്. ക്യാമറ ചെയ്ത തേനി ഈശ്വർ അതൊരു ചെറിയ മൂവ്മെന്റ് മാത്രമുള്ള ഷോട്ടാക്കി എടുക്കാമെന്ന് പറഞ്ഞു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും കരയാൻ തുടങ്ങി. ആ രംഗത്തിന് കട്ട് പറയണോ വേണ്ടയോ എന്നറിയില്ലായിരുന്നു. അപ്പോൾ മമ്മൂട്ടി സാർ തന്നെ കട്ട് പറഞ്ഞു. എന്നിട്ട് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ഇതാണ് ആദ്യ ടേക്ക്, ഇത് തന്നെയായിരിക്കും ഫൈനൽ ടേക്ക്, കണ്ടു നോക്കൂ. ആ ഷോട്ട് കണ്ടു നോക്കിയപ്പോൾ എല്ലാവർക്കും ഓക്കെ ആയിരുന്നു. അന്ന് തന്നെ താൻ സെറ്റിൽ നിന്ന് തിരിച്ചു നാട്ടിലേക്ക് പോന്നു. പേരൻപ് എന്ന ചിത്രത്തിൽ നിന്ന് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ കാര്യം അനുഭവ സമ്പത്തുള്ള മമ്മൂട്ടി, റാം, തേനി ഈശ്വർ എന്നിവർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതാണെന്നും നന്ദ കൂട്ടിച്ചേർത്തു. മമ്മൂട്ടി ചിത്രം പേരൻപ് 10 കോടി രൂപയാണ് കളക്ഷൻ ഇനത്തിൽ നേടിയിരിക്കുന്നത്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് വിവരം പുറത്തുവിട്ടത്. മികച്ച പ്രേക്ഷക പ്രശംസ ലഭിച്ചുകൊണ്ടിരിക്കെ IMDb റേറ്റിംഗിലും പേരൻപിന്റെ വമ്പ് കുതിക്കുകയാണ്. 10ൽ 9.8 റേറ്റിംഗ് ആണ് ഇപ്പോൾ ചിത്രത്തിനുള്ളത്. ലോക സിനിമാ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു തമിഴ് സിനിമ IMDbയിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തമിഴിൽ തിരിച്ചെത്തുന്ന മമ്മൂട്ടിക്ക് വൻ വരവേൽപ്പാണ് തമിഴകത്തു നിന്നും ലഭിക്കുന്നത്. ചിത്രത്തിൽ മമ്മൂട്ടി അമുതവനായി എത്തിയപ്പോൾ മകളായി വേഷമിട്ടത് തങ്കമീൻകളിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച സാധനയാണ്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.